മക്കൾക്ക് ബേബി ഫുഡ് പ്രോഡക്ട്സ് ഒക്കെ വാങ്ങിക്കൊടുക്കുന്ന ഒരു രക്ഷിതാവാണോ നിങ്ങൾ? എങ്കിൽ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടുന്ന ഒരു റിപ്പോർട്ടാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നിട്ടുള്ളത്. ആ റിപ്പോർട്ടിൽ പറയുന്ന കാര്യം എന്താ വെച്ചാൽ, നെസ്ലെ പോലെയുള്ള കമ്പനികൾ അവർ പുറത്തിറക്കുന്ന സെർലാക്ക് പോലെയുള്ള പ്രോഡക്ട്സ് ഒക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അത്തരം പ്രോഡക്ട്സിൽ യൂറോപ്പിൽ അവർ വിൽക്കുന്നതും അതുപോലെ തന്നെ ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിൽ വിൽക്കുന്നതിലും തമ്മിൽ കാര്യമായൊരു വ്യത്യാസമുണ്ട്. എന്താണ് വ്യത്യാസം ചോദിച്ചാൽ, നമുക്കറിയാം ബേബി ഫുഡ് പ്രോഡക്ട്സിൽ സപ്ലിമെൻ്ററി ഷുഗർ നമ്മൾ ഒഴിവാക്കാറുണ്ട്, അല്ലെങ്കിൽ ഒഴിവാക്കാനുള്ള മാർഗ്ഗനിർദ്ദേശം WHO പോലുള്ള ആഗോള ആരോഗ്യ സംഘടനകൾ പുറത്തിറക്കിയിട്ടുണ്ട്. അതിൻ്റെ കാരണം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അത് നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് മാത്രമല്ല, പൊതുവിൽ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. ചെറിയ കുട്ടികൾ അവർക്ക് ഉള്ള എനർജി കൺസംഷൻ്റെ ഒരു 10% മാത്രമേ അവർക്ക് ഷുഗർ കിട്ടാൻ പാടുള്ളൂ എന്നുള്ളതാണ്. അത് ആദ്യം അങ്ങനെയായിരുന്നു പറഞ്ഞിരുന്നത്. പിന്നെ അത് 5% മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ എന്നുള്ള മാർഗ്ഗനിർദ്ദേശമൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഇതുള്ളത് കൊണ്ടാണ് ബേബി ഫുഡ് പ്രോഡക്ട്സിലൊന്നും സപ്ലിമെൻ്ററി ഷുഗർ പാടില്ല, അത് നിരോധിക്കണം എന്നതടക്കം WHO പറയാൻ കാരണം. അത് വളരെ കൃത്യമായിക്കൊണ്ട് യൂറോപ്യൻ രാജ്യങ്ങളിൽ പാലിക്കപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ വന്നിട്ടുള്ള റിപ്പോർട്ടിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ജർമ്മനി, UK പോലെ രാജ്യങ്ങളിലൊക്കെ നോക്കുകയാണെങ്കിൽ അവിടെയുള്ള ഇതേ പ്രോഡക്ട്സ്, നമ്മളിവിടെ വാങ്ങുന്ന അതേ പ്രോഡക്ട്സ്, അതേ കമ്പനിയുടെ അതേ പ്രോഡക്ട്സിൽ ഷുഗർ ഇല്ല, സപ്ലിമെൻ്ററി ഷുഗർ ഇല്ല. പക്ഷേ ഇന്ത്യ പോലുള്ള ഏഷ്യൻ കൺട്രീസ്, അതുപോലെ തന്നെ ആഫ്രിക്കൻ കൺട്രീസ്, ലാറ്റിൻ അമേരിക്കൻ കൺട്രീസ്, അവിടെയൊക്കെ പുറത്തിറക്കുന്ന ഇതേ പ്രോഡക്റ്റിൽ എന്തുണ്ട്? ഷുഗർ ഉണ്ട്, സപ്ലിമെൻ്ററി ഷുഗർ ഉണ്ട്. അത് 3 ഗ്രാം മുതൽ 6 ഗ്രാം വരെ ഷുഗർ ഉണ്ട് എന്നുള്ളതൊക്കെയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞതാണ്, കുട്ടികൾക്ക് അത് സപ്ലിമെൻ്ററി ഷുഗർ കൊടുത്താൽ ഒരുപാട് തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവും. അതിൽ ഒന്ന് ഈ ക്രോണിക് ഡിസീസസ് ആണ്. പലതരത്തിലുള്ള ടൈപ്പ് 2 ഡയബറ്റീസ് പോലെ, അതുപോലെ തന്നെ ഹൈപ്പർ ടെൻഷൻ, അതുപോലെ തന്നെ ഒബീസിറ്റി, പൊണ്ണത്തടിയിലേക്കൊക്കെ നയിക്കുന്ന രൂപത്തിലുള്ള കാര്യങ്ങൾ, ഇങ്ങനെയുള്ള ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ കുട്ടികൾക്ക് ഉണ്ടാകും എന്നുള്ളതാണ് ഇത് ഒഴിവാക്കണമെന്ന് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. രണ്ടാമത്തെ കാരണം എന്താ വെച്ചാൽ, ചെറിയ കുട്ടികളായിരിക്കെ തന്നെ ബേബി ഫുഡിലൂടെ ഇങ്ങനെയുള്ള സപ്ലിമെൻ്ററി ഷുഗർ കിട്ടുമ്പോൾ അവരുടെ ബ്രെയിൻ അതിനെ അഡിക്റ്റീവ് ആകും എന്നുള്ളതാണ്. നമുക്ക് പൊതുവേ തന്നെ നമ്മൾ ഷുഗറിൻ്റെ പ്രശ്നം പറയുമ്പോൾ നമ്മൾ സ്ഥിരമായി പറയുന്നൊരു കാര്യമാണ്, നമ്മൾ ഷുഗർ കൺസ്യൂം ചെയ്തുകൊണ്ടിരുന്നാൽ നമുക്കത് വീണ്ടും വീണ്ടും അതിനുള്ളൊരു ക്രേവിങ് ഉണ്ടാകും. ഈ ഒരു കാര്യം വളരെ ചെറുപ്പത്തിൽ തന്നെ കുട്ടികളുടെ ബ്രെയിനിൽ ഉണ്ടാകുമ്പോൾ അവർക്ക് പിന്നീട് അങ്ങോട്ടും ഈ ഒരു ഷുഗർ ഇല്ലാത്തൊരു ഫുഡ് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാവുകയും അത് പല രൂപത്തിലുള്ള ക്രോണിക് ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ ഡിസീസസിലേക്ക് കുട്ടികളെ നയിക്കുകയും ചെയ്യും. ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ടാണ് അത് പാടില്ല എന്ന് പറഞ്ഞത്. പക്ഷേ അത് വളരെ കൃത്യമായി യൂറോപ്പിലൊക്കെ പാലിക്കുകയും ഇന്ത്യയിലോ അല്ലെങ്കിൽ ഏഷ്യൻ, ലാറ്റിൻ അമേരിക്കൻ, ആഫ്രിക്കൻ കൺട്രീസിലൊന്നും അത് പാലിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു ഡബിൾ സ്റ്റാൻഡേർഡ് തന്നെ ഇത്തരം കമ്പനീസ് കാണിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ഞെട്ടിക്കുന്ന ഒരു അറിവ് തന്നെയാണ്. ഇതിൽ രണ്ടാമത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അതിനെതിരായ നമുക്ക് വോയിസ് ഉയർത്താൻ പറ്റുന്ന സ്ഥലങ്ങളിൽ ഉയർത്തണം. അതിനപ്പുറത്തേക്ക് നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്ന ഫുഡ് പ്രോഡക്ട്സിൽ നമ്മൾ ഇത് എത്രത്തോളം ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഈ ബേബി ഫുഡ് കൊടുക്കുന്നതിനപ്പുറത്തേക്ക് നമ്മളിപ്പോൾ പാല്, അതുപോലെ തന്നെ പഴം, അതിലൂടെയൊക്കെ കൊടുക്കുമ്പോൾ അതിലൂടെ കിട്ടുന്ന ഷുഗറിനെ കുറിച്ച് നമുക്ക് പ്രശ്നമില്ല, അത് നമുക്ക് അവരുടെ ബോഡിക്ക് അത് ആവശ്യമുള്ളതാണ്. പക്ഷേ അതിനപ്പുറത്തേക്ക് നമ്മൾ കൊടുക്കുന്ന മറ്റ് ഏതെങ്കിലും ഫുഡ് പ്രോഡക്ട്സ് ഉണ്ടെങ്കിൽ, നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്ന ഫുഡിലും ഈ രൂപത്തിൽ ഷുഗർ അധികമായി ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് ഈ പറഞ്ഞ പ്രശ്നങ്ങൾക്കെല്ലാം അത് വഴിവെക്കും എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ കുട്ടികൾക്ക് പ്രത്യേകിച്ചും അവർക്ക് കൊടുക്കുന്ന ഭക്ഷണം, അതിൽ നമ്മളുടെ പ്രത്യേകമായൊരു ജാഗ്രത വേണം, പ്രത്യേകിച്ച് ഷുഗർ കണ്ടൻറ്റിൻ്റെ വിഷയത്തിൽ എന്നുള്ളത് കൂടി ഇതിൽ നമ്മളൊരു പാഠമായി പഠിക്കണം. ഇത്തരം ഡബിൾ സ്റ്റാൻഡേർഡ് അത് എന്തുകൊണ്ട് ഉണ്ടാകുന്നു എന്നുള്ളതൊക്കെ നാം ചിന്തിക്കേണ്ടുന്നൊരു കാര്യമാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക.